ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു സൂപ്പർ ഒരു വീടാണ്. ഇവര് ഓസ്ട്രേലിയ സെറ്റിൽ ആകുമ്പോൾ ഇവർക്ക് 2 വീടുണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം വിറ്റി. ഇനി ഈ വീടും കൂടി വിറ്റ് കഴിഞ്ഞാൽ അവര് നേരെ ഓസ്ട്രേലിയയിലേക്ക് പോകും. അടിപൊളി വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീടാണ്. 37 സെന്റ് സ്ഥലത്ത് 3700 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇവര് ഇത് പെട്ടെന്ന് ഇവർക്ക് പോകാൻ വേണ്ടി ഇത്രയും വില കുറച്ച് വിൽക്കണത് തന്നെ. ഇത് ക്രിസ്ത്യൻസിന്റെ വീടാണ്. പഠിപ്പുരയൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവര് ഷോക്ക് വേണ്ടി പണിതേക്കണത്, അല്ലാണ്ട് അങ്ങാടി ക്ലോസ്ഡ് ആണത്. അടിപൊളി എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് കിണറാണ്ടത്, എന്തോ വലിയ കിണറാണെന്ന് വെച്ചാൽ ഉള്ളിയുടെ ഷേപ്പിൽ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞവിടെ, എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഇത് റിക്വസ്റ്റ് ആണ്. നമ്മൾ ഇത്രയൊക്കെ അന്വേഷിച്ച് ഇതുള്ള നല്ല വീഡിയോകളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കും ഞാൻ പ്രതീക്ഷിക്കണം. ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ്. കാരണം ഈ വീടിനാണെങ്കിൽ കംപ്ലീറ്റ് തടിയും തേക്കാണ്ട. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ആൾക്കാർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. അത് നമ്മൾ കേരളം കംപ്ലീറ്റ് വീഡിയോ ചെയ്താൽ എപ്പോഴും യാത്ര ആയിരിക്കുള്ളൂ. അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തന്നോളാം ഫ്രീ ആകുമ്പോഴേക്ക്. അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഫ്രണ്ടിലേക്ക് ഇഷ്ടംപോലെ സ്ഥലമാണ്. ഇപ്പൊ ഈ ഒരു അടിപൊളി ഒരു പ്ലാവ് ഇപ്പൊ ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് കുരുമുളക് കയറിയിരിക്കണാണ്. ഇഷ്ടംപോലെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പറമ്പാണ്ട്. 37 സെന്റ് സ്ഥലം, 3700 സ്ക്വയർ ഫീറ്റ്, കംപ്ലീറ്റ് ഫർണിച്ചറും തേക്കാണ്. കബോർഡ് കാര്യങ്ങളെല്ലാം തേക്ക്, ഇഷ്ടംപോലെ മരങ്ങളും ഉണ്ട്. ഈ മുറ്റത്തിന്റെ ലെങ്ത് നോക്കി കണ്ട, എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും ഒരു അടിപൊളി. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ്. പിന്നെ മക്കളൊക്കെ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആയി കഴിയുമ്പോഴേക്കും പിന്നെ ഇവിടെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ അവരും അവരുടെ കൂടെ പോണേന്. അവർ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ലല്ലോ, കാരണം മക്കളൊക്കെ അവിടെയല്ലേ. അപ്പൊ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളിലും കേട്ടോ. മാവ്, പ്ലാവ് ഇഷ്ടംപോലെ ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്, റംബൂട്ടാനുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റമുള്ള ഒരു വീടാണിത്. അതുപോലെ കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് വീട് വിൽക്കാനും വാങ്ങാനും നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. കേരളത്തിൽ എവിടെയായാലും നമ്മളുടെ അടുത്ത് അത്യാവശ്യം നല്ലൊരു എൻക്വയറി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് വിൽക്കാൻ വീടുകളുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ്. ന്യായമായ വിലക്ക്, കാരണം വാങ്ങണവർക്ക് നഷ്ടം വരരുത്, വിൽക്കണത് നിങ്ങൾക്ക് നഷ്ടം വരരുത്. ആ ഒരു ലെവലിൽ നല്ല റേറ്റിന് കൊടുക്കാനാണെങ്കിൽ, അത് ന്യായമായ റേറ്റിന് സെയിലാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാം കേട്ടോ. മംഗോസ്റ്റീരി വീടുണ്ടോ, ഇത് പ്ലാവ്, അതേപോലെ കറിവേപ്പ്, അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കുള്ള സ്ഥലം ഉണ്ടെന്നുള്ളത്. ഒരു പഴയ ഓർമ്മയാണത്, അലക്കണ കല്ല്. കാരണം ഇതൊക്കെ ഒന്നും ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല, കാരണം എല്ലാവരും വാഷിംഗ് മെഷീനാണ്. പിന്നെ ഈ വീടിന്റെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് കേട്ടോ. അത് അതിനകത്ത് തന്നെ ബെഡ്റൂം, കിച്ചൺ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഔട്ട് ഹൗസ് ആയാലും സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കണം. കാരണം ഈ വീടിന്റെ അകം കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ്. ഇത് തുറന്നിട്ടില്ല, ഞാൻ ഈ ജനലിൽ കൂടി ഇതിന്റെ അകം കാണിച്ചു തരാം. അതൊരു ബെഡ്റൂം, ഇതൊരു കിച്ചൺ, അത്യാവശ്യം സൗകര്യമുള്ളൊരു ഔട്ട് ഹൗസ് ആണിത്. പൂട്ടിയിട്ടേക്കാണ്. അപ്പൊ അതിന്റെ താക്കോല് അവിടെ ഇരുന്ന് അത്യാവശ്യം ചെടികള്, മാവ്, അങ്ങനെ എല്ലാം കൊണ്ട് നല്ല അടിപൊളി ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു സെറ്റപ്പ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം എന്ന് പറയുന്ന സംഭവം വരില്ല. കാരണം ഇത് ഇവിടുത്തെ ഒരു വീട് പണിയണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാശാവും. ഈ പറഞ്ഞ കാശല്ല, അതിൽ കൂടുതലാണ്. കാരണം ഈ കാണുന്നുണ്ട് ഇത് കംപ്ലീറ്റ് തേക്കാണ്. ഈ പാനൽ ചെയ്തേക്കണത് ഈ വീടിന് തേക്കല്ലാണ്ട് വേറെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഇതിനകത്ത് ഫർണിച്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് വ്യക്തമായിട്ടത് മുഴുവൻ കാണിച്ചു തരാം. ഉണ്ടാവും ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ സിറ്റ് ഔട്ടിന് മച്ചിട്ടുണ്ട്. ഈ ഇത് കംപ്ലീറ്റ് കാണുന്ന തേക്കാണ്. ഈ മച്ചിട്ടേക്കണ വരെ തേക്കാണ്. ഫുള്ള് തേക്ക് മാത്രമേ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അതിന്റെ വില ഒന്നും ഇവര് ചോദിക്കില്ല കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിറ്റ് എന്നുള്ളത്. കാരണം ഇതാണ് ഇവർക്ക് ഇത് എത്രയും പെട്ടെന്ന് കൊടുത്തു പോകാനുള്ളതുകൊണ്ടേ ഇവര് അധികം വില ഒന്നും നോക്കണില്ല. കാരണം ഇവര് എത്രയും പെട്ടെന്ന് ഇത് വിറ്റ് പോകാനുള്ളൊരു ഇതിൽ നിൽക്കണേണ്. കാരണം ഇവര് രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളേ. ഈ ചാരിവെട്ടർ സൈഡ് കാണുന്നത് എല്ലാനും തേക്ക് തരി ചെയ്തേക്കണേണ്. വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല. ഇത്രയും സെറ്റപ്പ് കൂടെ ഉണ്ട്. ഞാൻ ഇതിന്റെ അകത്തോട്ട് കയറുമ്പോ ഇതിന്റെ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. കബോർഡ്, കിച്ചൺ കബോർഡും അതിന്റെ ഇതും. കിച്ചണൊക്കെ വലിയ കിച്ചനാണ്, നല്ല വലിപ്പമുള്ള കിച്ചണും. അതുപോലെ തന്നെ കംപ്ലീറ്റ് കബോർഡും കാര്യങ്ങളും എല്ലാം തേക്കാണ്. വേറെ മരം കിച്ചൺ കബോർഡൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതെല്ലാം നല്ല ഗ്രാൻഡ്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത്. ഉണ്ടോ, ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല ഇതുള്ള ലിവിങ് ഏരിയ. ഇത് രൂപക്കൂടും കാര്യങ്ങളൊക്കെയാണ്.
നമ്മളെ ക്രിസ്ത്യൻസിന്റെ വീടാണിത്. തടിയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒറ്റ തടിയാണിത്. പിന്നെ ഡൈനിങ് ടേബിള്, പിന്നെ അതിന്റെ കബോർഡ് ഇത്. ഈ കബോർഡൊക്കെ കംപ്ലീറ്റ് തേക്ക് തടിയാണ്, വെറും മരമല്ലാണ്ട്. ഇത്രയും പണിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം പൈസ. പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ പാല കടപ്പളാമറ്റം റൂട്ടിൽ കടപ്പളാമറ്റത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. അതായത് കുമ്മണ്ണൂര് കടപ്പളാമറ്റം റൂട്ടിൽ കടപ്പളാമറ്റത്താണ്. കടപ്പളാമറ്റം പള്ളിയുടെ തൊട്ട് താഴത്തായിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത്. അപ്പൊ ഈ വീട് ഉദ്ദേശിക്കുന്നത് വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,75,00,000 രൂപയാണ്. അത് പാലാ ടൗണിലോട്ട് കറക്റ്റ് 10 കിലോമീറ്റർ, കുമ്മണ്ണൂർക്ക് 3 കിലോമീറ്റർ. പിന്നെ കടപ്പളാമറ്റം പ്രോപ്പർ കടപ്പളാമറ്റം തന്നെ അതിന്റെ ബെഡ്റൂം ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് എല്ലാത്തിനും ഇതുപോലെ തന്നെ കബോർഡ് ഉണ്ട്. ഈ കബോർഡ് കംപ്ലീറ്റ് തേക്കാണ്. കണ്ട ഈ കാണുന്ന കബോർഡ് കംപ്ലീറ്റ് തേക്കിലാണ് പണിതേക്കണം. കാരണം ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടേ അല്ല. ഫ്ലോറിങ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ്. കണ്ട ഇത് ഡ്രസ്സിംഗ് ടേബിൾ, കണ്ട ഡ്രസ്സിംഗ് ഏരിയ കണ്ട ഇതെല്ലാരും കംപ്ലീറ്റ് കബോർഡ് കംപ്ലീറ്റ് തേക്കാണ്, വേറൊരു തടി കൂട്ടി തൊട്ടിട്ടില്ല. ഈ സംഭവം നിങ്ങൾക്ക് വെറും 1,75,00,000 രൂപക്ക് 37 സെന്റ് സ്ഥലം 3,700 സ്ക്വയർ ഫീറ്റിന്റെ വീട് കൂടാതെ ഒരു ഔട്ട് ഹൗസ്, ഇതെല്ലാം കൂടിയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 1,75,00,000 രൂപ തരാൻ പോണത്. കണ്ടോ എന്തോരം ഫർണിച്ചർ ഉണ്ടെന്ന് നോക്കി. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം, താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂം. കണ്ടോ ഇതിനും കബോർഡും കാര്യങ്ങളും കണ്ടോ എല്ലാരും ഉണ്ടോ. ഈ കബോർഡൊക്കെ കംപ്ലീറ്റ് ഇത്രയും തടിപ്പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്തോരം കാശാവും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെ തേക്കിന് കാവലി ഉണ്ടോ, നല്ല പക്ക സെറ്റപ്പിൽ പണിതേക്കിനാണ്. ഇതുണ്ടോ കട്ടിലിന്റെ ഒക്കെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാരും പണിയിപ്പിച്ചത് കംപ്ലീറ്റ് തേക്കില്. കാരണം ഒരു കാലത്തും കംപ്ലൈന്റ് വരരുതെന്ന് ഓർത്തിനാണ്. ഈ റൂമിന്റെ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഈ ഫില്ലറൊക്കെ പണിതിട്ടേക്കണ്ട, ഒറ്റത്തടി തേക്കാണത്. അങ്ങനെ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ചെയ്തേക്കുന്ന ഒരു വീടാണ്. ഇതിനകത്താണെങ്കിൽ ടബ് വരെയുണ്ട് ബാത്റൂമിൽ. കിടന്നു കുളിക്കണമെങ്കിൽ കിടന്നു കുളിക്കുക, നിന്ന് കുളിക്കണമെങ്കിൽ നിന്ന് കുളിക്കുക, എന്തിനും സൗകര്യം ഉണ്ടെന്നുള്ളതിന്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം പോയി കാണാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുണ്ടോ ഈ ഷോക്കേഴ്സിന്റെ കാര്യം. താഴത്തെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാരും ഞാൻ പറഞ്ഞില്ല എല്ലാം നല്ല ഗ്രാൻഡ് സെറ്റപ്പിലുള്ളതിന്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകള്, എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷെ താമസിക്കാൻ ആകെ 2 പേരേ ഉള്ളൂ, അത് മാത്രമേ ഒരു കുഴപ്പം. അതിന്റെ ബാത്റൂം എല്ലാം അറ്റാച്ച്ഡ് ആണ്. 6 ബെഡ്റൂം 6 ബാത്റൂം. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലത്തെ നിലയിലോട്ട് പോവാം. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ മാത്രമേ ഉള്ളൂ സ്റ്റീൽ ചെയ്തേക്കണം. കാരണം അത് സ്റ്റീല് അന്നേരം നല്ല സെറ്റായിട്ട് വന്ന ടൈമാണ്. ഫ്ലോറിങ് കംപ്ലീറ്റ് ഫുള്ള് ഗ്രാനൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ല. ഇനിയിപ്പോ നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ മുകളിലത്തെ സെറ്റപ്പ് വേണം. കാരണം മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഹാളാണിത്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹാള്. അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള ഒരു ഹാള്. ഇവിടെ വേണമെങ്കിൽ ഇത്തിരി സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതും നല്ല ഗ്രാൻഡ് ആവും. ഇവിടെയും അതുപോലെ തന്നെ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വൺ സെറ്റപ്പാണ് എല്ലായിടത്തും. കബോർഡും കാര്യങ്ങളും ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ അടുത്ത മുകളിലത്തെ നിലയിലെ ബെഡ്റൂം, ഒരു ബെഡ്റൂം, അതിന്റെ കബോർഡ് കാര്യങ്ങള് ഞാൻ ഓപ്പോസിറ്റ് നിന്ന് കാണിച്ചു തരാം. ഇതുകൊണ്ടാ അതിനും കബോർഡും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. ഇനി അതിന്റെ ബാത്റൂം പോയി കാണാം. അവിടെ ഉണ്ട് ഡ്രസ്സിംഗ് ഏരിയ, ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളും എല്ലാനും എല്ലാ ബെഡ്റൂമിലും ഉണ്ട്. അതിന്റെ ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അതിനുള്ളത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം പോയി കാണാം. ഇത്രയും തടിപ്പണി എന്ന് പറയുമ്പോൾ തന്നെ എന്തോരം കാശാവും നിങ്ങൾ ചിന്തിച്ചോളാം. കാരണം തടിപ്പണിക്കാന്ന് വെച്ചാൽ തടിപ്പണി എന്ന് വെച്ചാൽ എടുത്താൽ കാണാത്തൊരു പണിയാണ്. അത് പണിയണം, പോളിഷ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അകത്തുനിന്ന് കൂട്ടിയേക്കണം, അപ്പുറത്തേക്ക് കയറാം. ഇത് വേണ്ട ഇതിനൊരു ബാൽക്കണി വേണ്ടിട്ടാ. ഇത് അത്യാവശ്യം എല്ലാ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പം. കാരണം 3,700 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. അതിന് കബോർഡ് കാര്യങ്ങളെല്ലാം അതിനുണ്ട്.
ഇനി ഇതിനൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. ഈ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി. ഇവിടെ വന്നിരിക്കുക കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള എല്ലാ സെറ്റപ്പുള്ള ഒരു ബാൽക്കണിയാണ് അത്. ഇത്രയും വലിയ ബാൽക്കണിയൊക്കെ ഒരു റൂമിനായിട്ട് നമുക്ക് കാണാറില്ല. കാരണം ഇതിനെല്ലാം ചെറുതായിരിക്കും, ചെറിയൊരു ബാൽക്കണിയൊക്കെ റൂമിന് സെപ്പറേറ്റ് കൊടുക്കാറില്ല. ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും അറ്റാച്ച്ഡായി. ഇതിനാണെങ്കിൽ വെറ്റ് നമുക്ക് കുളിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്യാബിൻ തിരിച്ചിട്ടുണ്ട്. ക്യാബിനാണ് അത് കുളിക്കാനുള്ള. ഇനി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളും നമ്മളെ തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനുള്ള സെറ്റപ്പ് അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഇവിടെ കൊടുത്തേക്കണം. ഇതൊരു ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനെ കഴുകി ഇവിടെ ഉണക്കാനിടാം. അങ്ങനെയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലൊരു ബാൽക്കണി ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഫ്രണ്ടിലൊരു ബാൽക്കണി ഉണ്ട്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേയിൽ ആദ്യം കാണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കാരണം ഇത് വൻ ലാഭമാണ്, അടിപൊളി ഒരു വീടുമാണ്.